ലക്ഷ്മി, എത്രയോ സുന്ദരികളായ എയർ ഹോസ്റ്റസ്മാർ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. അപ്പോഴൊക്കെ ഞാൻ കാത്തിരുന്നത് ഇതുപോലൊരു സുന്ദരി കുട്ടിക്കായിരുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നേനെ. ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ച് ജീവിച്ച് കൊതി തീരാതെ ഈ ലോകം വിട്ട് പോകേണ്ടി വന്നവരുടെ പുനർജന്മമായിരിക്കും നമ്മൾ. ആളിന്നേ വലിയ റൊമാൻറ്റിക് ആണല്ലോ. ഇന്നെന്നല്ല, നീ എന്റെ കൂടെയുള്ള സമയത്തെല്ലാം ഞാൻ റൊമാൻറ്റിക് ആയിരിക്കും. അതെ, എനിക്കൊന്നേ പുറത്തു പോണായിരുന്നു. അതിനെന്താടോ, നമുക്ക് പൊക്കളയാം. അല്ല, അതല്ല. പിന്നെ എവിടാ? പ്രണയം കാറ്റായി വീശുന്ന കടലോരത്തോ, അതോ ഏതെങ്കിലും ഒരു പാർക്കിന്റെ ആളൊഴിഞ്ഞ തണലോരത്തോ, അതോ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് 2 പെഗും കഴിച്ച് കഥ പറഞ്ഞിരിക്കാം. അതും ഒരു വൈബ് തന്നെയാ. ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന കാര്യമാണ് പറഞ്ഞത്. താൻ ഒറ്റയ്ക്കോ? ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. അതിനെന്താടോ, ഞാനും കൂടെ വരാം. നിങ്ങൾ സംസാരിക്കാം, ഞാൻ മാറിയിരിക്കാം. തനിക്കെന്താ ഒരു ടെൻഷൻ? തന്റെ ബോയ് ഫ്രണ്ട് ആണോ? ലക്ഷ്മി, എന്തു പറ്റി തനിക്ക്? ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. അവളും ഞാനും 10th വരെ ഒരുമിച്ച് പഠിച്ചതാ. ആഹാ, അപ്പോ ഞാൻ വരാം. എനിക്കൊന്ന് കാണാലോ തന്റെ സ്കൂൾ മേറ്റിനെ. ഒന്നുമല്ലെങ്കിലും തന്റെ ബാല്യകാല വിശേഷങ്ങളൊക്കെ അറിയാലോ. ഈശ്വര, നരിയേട്ടനെയാ ഞാൻ കാണാൻ പോകുന്നതെന്ന് അറിഞ്ഞ അതോടെ പിന്നെ എല്ലാം തീരും. അല്ല, താൻ എന്തായി ആലോചിക്കുന്നത്? ഭാര്യയുടെ പിറകെ ഇങ്ങനെ വാലുപോലെ നടക്കുന്ന ഒരു ഭർത്താവിന്റെ ചിത്രമല്ല ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നെ. എന്റെ ഭർത്താവ് ജീവിതത്തിലെ പകുതി സമയവും ആകാശത്ത് ഫ്ലൈറ്റ് ഓടിച്ചും ശേഷിച്ച പകുതി ബിസിനസ് മീറ്റിങ്ങുകൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരു തിരക്കുള്ള ആളായിട്ടാ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ആ ദിവസം തന്നെ അവൾ എന്റെ ഭർത്താവിനെ അങ്ങനെ അങ്ങ് കാണണ്ട. ഓക്കെ, എന്റെ ലക്ഷ്മിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓക്കെ. ഇന്ന് ഞാൻ എന്റെ പ്രോഗ്രാം ഒക്കെ മാറ്റിവെച്ച് എന്റെ ഭാര്യയോട് അല്പനേരം റൊമാൻറ്റിക് ആവാൻ വേണ്ടി വന്നതാണെന്ന് ഓർമ്മയിൽ എത്രയും വേഗം ഇങ്ങ് തിരിച്ചു വരണം. അത് ഞാൻ ഏറ്റു.